നമ്മുടെയൊക്കെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും ദുരിതത്തിലേക്ക് തള്ളിയിടുവാനും ചില തത്വങ്ങൾക്ക് കഴിയും. ലോകമെമ്പാടും പല രാഷ്ട്രീയ കക്ഷികളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഓരോ തത്വങ്ങളെയാണ്. ഒന്നെങ്കിൽ കമ്മ്യൂണിസം, അല്ലെങ്കിൽ സോഷ്യലിസം, അല്ലെങ്കിൽ ക്യാപിറ്റലിസം. ഓരോ സംവിധാനങ്ങളും സമത്വവും സമ്പത്തും മാനവീയതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോന്നിനും ഗുണങ്ങളുള്ളതുപോലെ വലിയ ദോഷങ്ങളുമുണ്ട്. ആദ്യമേ കമ്മ്യൂണിസം എന്താണെന്ന് ഒരു സാധാരണക്കാരന്റെ ജീവിത വീക്ഷണത്തിലൂടെ നോക്കാം. കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു പാർട്ടി രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് കമ്മ്യൂണിസം നടപ്പാക്കുവാൻ തീരുമാനിച്ചാൽ ആ രാജ്യത്തെ സകല പ്രൈവറ്റ് സ്ഥാപനങ്ങളും പിടിച്ചെടുക്കും. അതുപോലെ നമ്മുടെ വീടുകളുടെ ഉൾപ്പെടെ ഉടമസ്ഥത സർക്കാരിനാകും. നിങ്ങളുടെ വീടിനൊരു മെയിൻ്റനൻസ് നടത്തുവാനോ നവീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കൃഷി ചെയ്തെടുക്കുന്ന വിളകൾ പോലും സർക്കാരിന് ഉള്ളതാണ്. എല്ലാ ആളുകളും ജീവനക്കാരും തൊഴിലാളികളുമായി മാറും. നിശ്ചിത വേതനത്തിനപ്പുറത്തേക്ക് ഒന്നും സമ്പാദിക്കുവാൻ കഴിയില്ല. പാവപ്പെട്ടവനും പണക്കാരനും എന്ന വ്യത്യാസമില്ലാത്ത ഈ അവസ്ഥ കേൾക്കുമ്പോൾ നല്ലതായി തോന്നുമെങ്കിലും ഇത് ആദ്യമേ രാജ്യത്തിന് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുകയും അത് മൂലം ഓരോ പൗരനും ദാരിദ്ര്യത്തിലേക്ക് അകപ്പെട്ട് പോവുകയും ചെയ്യും. ഓരോരുത്തർക്കും തൊഴിൽ നൽകുന്ന രാജ്യം സാമ്പത്തിക തകർച്ച നേരിട്ടാൽ അത് അവരോരോരുത്തരെയും ദോഷമായി ബാധിക്കുമല്ലോ. ജനങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് അധികമായി നേടുവാൻ കഴിയാത്തത് കൊണ്ട് ആളുകൾക്ക് ഒരു ഉത്സാഹവും ഉണ്ടാകില്ല. കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകാമെന്ന് വെക്കും. അതുകൊണ്ട് രാജ്യത്തെ ഉൽപാദന രംഗം പഴഞ്ചനായിക്കൊണ്ടിരിക്കുകയും ഗുണമേന്മയില്ലാതെ ആവുകയും ഉത്തരവാദിത്വം ഇല്ലാതെ ആവുകയും ചെയ്യും. രാജ്യത്തെ കെട്ടിടങ്ങളെല്ലാം സർക്കാർ ഉടമസ്ഥയിലായതുകൊണ്ട് തന്നെ അവയെ പരിപാലിക്കാതെ പഴകി ജീർണിച്ചു പോകും. കൃത്യമായി വ്യാപാരവും കയറ്റുമതി നടക്കാത്തത് കൊണ്ട് അസംസ്കൃത എണ്ണ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതിക്ക് പണം ലഭിക്കാതെ വരും. രാജ്യത്തിനുള്ളിൽ സർക്കാർ ജനങ്ങൾക്ക് ആവശ്യമായ റേഷൻ നൽകുന്നത് കൊണ്ട് ആഭ്യന്തര വ്യാപാര കമ്മി ഉണ്ടാവുകയും രാജ്യത്തെ കറൻസിയുടെ മൂല്യം തകർന്ന് അടിയുകയും ചെയ്യും. അപ്പോൾ തന്നെ രാജ്യത്ത് നിന്ന് പിരിക്കുന്ന നികുതി കൊണ്ട് വികസനവും നവീകരണവും നടത്തേണ്ട ഭരണതലപ്പത്തുള്ള നേതാക്കൾ ആ പണം കൊണ്ട് ആഡംബര സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുകയും ചെയ്യും. കമ്മ്യൂണിസം നേതാക്കൾക്ക് മാത്രം ബാധകമല്ല, അണികൾക്കും സാധാരണക്കാർക്കും മാത്രമാണിത് ബാധകം. ക്യൂബ പോലുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ മാത്രമാണിത്. അപ്പോൾ തന്നെ ചൈനയിൽ കമ്മ്യൂണിസം നടപ്പാകുന്നില്ല. ഭരണനിർവഹണത്തിൽ മാത്രമാണ് കമ്മ്യൂണിസം ഉള്ളത്. കേഡർ സംവിധാനത്തിലൂടെ ഭരണതലപ്പത്തിരുന്നു കൊണ്ട് നിയമങ്ങളെ മാറ്റി എഴുതി പ്രസിഡന്റ് സ്ഥാനം ദീർഘകാലത്തേക്ക് നീട്ടിയെടുത്തിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ്. ചൈനയിലെ ആകെ ജനങ്ങളുടെ 7% ആളുകൾക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അങ്ങനെ കമ്മ്യൂണിസം എന്നത് രാജ്യത്തെ ഭരണ നേതൃത്വം ചില ആളുകളുടെ കൈകളിലേക്ക് മാത്രം ഒതുക്കുന്ന അധികാര വിനിയോഗമാണ്. ഒപ്പം ശരിയായ രീതിയിൽ കമ്മ്യൂണിസം ഒരു രാജ്യത്ത് നടപ്പാക്കിയാൽ ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകരുകയും നാണ്യത്തിന് മൂല്യമില്ലാതാവുകയും മികച്ച സേവനങ്ങൾ ലഭിക്കാതെ വരികയും യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ജനങ്ങൾ ജീവിക്കേണ്ടി വരികയും ചെയ്യും. ഇനി സോഷ്യലിസം എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ ഭരണ നേതൃത്വം രാജ്യത്ത് സോഷ്യലിസം നടപ്പാക്കുന്നുവെങ്കിൽ ഭൂമിയുടെ മേലും വ്യവസായങ്ങളുടെ മേലും സകല സമ്പത്തിന്മേലും സർക്കാരിന് അധികാരമുണ്ടാവും. എന്നാൽ വ്യക്തികൾക്ക് സ്വന്തം പേരിൽ വസ്തുക്കൾ വാങ്ങുവാനും അത് ഉപയോഗിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും സർക്കാരിന്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് അനുവാദം വാങ്ങി വ്യവസായം ആരംഭിക്കാം. അതായത് വ്യക്തികൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുകയും പണം സമ്പാദിക്കുകയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യാം. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന്റെ അനുവാദം വാങ്ങണം. എന്നാൽ ഭരണ നിർവഹണം നടത്തുന്നതും ക്രമസമാധാനം പാലിക്കുന്നതുമെല്ലാം സർക്കാർ ജീവനക്കാരായിരിക്കും. വിപണിയിൽ സർക്കാർ ഇടപെടൽ നടത്തി വില കുറയ്ക്കുകയും പൂഴ്ത്തിവെപ്പ് തടയുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് വരുമാന നികുതിക്ക് പുറമെ വിൽപ്പന സേവന നികുതി സർക്കാർ പിരിച്ചെടുക്കും. ആരോഗ്യ മേഖലയിലെ സേവനങ്ങളും വിദ്യാഭ്യാസവും സൗജന്യമായി നൽകും. ഈ ഒരു സംവിധാനത്തിന് കീഴിൽ ആളുകൾക്ക് സാമ്പത്തികമായി വളരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ തന്നെ പട്ടിണി ഇല്ലെന്ന് ഉറപ്പാക്കുവാൻ സർക്കാർ റേഷൻ ഉൾപ്പെടെയുള്ളവ നൽകുന്നു. നമ്മുടെ രാജ്യം സോഷ്യലിസത്തിന് ഉദാഹരണമാണ്. എന്നാൽ ഇവിടെയും ഉള്ള ഒരു വലിയ പ്രശ്നം, വലിയൊരു പങ്ക് ജനങ്ങളും ദിവസം മുഴുവനും പണിയെടുത്ത് ഒരു ഫിക്സഡ് ശമ്പളം മാത്രം നേടുന്നവരാണ്. അധികമായി വരുമാനം നേടാനുള്ള സമയവും ഇല്ല. ഒരു തൊഴിലാളി എന്നതിൽ നിന്ന് കരകയറാനുള്ള സാമ്പത്തിക പിന്തുണയുമില്ല. കുറച്ചാളുകൾ മുതലാളിമാരായി അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കുന്നു. സോഷ്യലിസം ജനങ്ങൾക്കിടയിൽ അസമത്വം നിലനിർത്തുന്നുവെങ്കിലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത നൽകുന്നുണ്ട്. മികച്ച വ്യാപാരവും ആഭ്യന്തര ഉൽപാദനം നടക്കുന്നതുകൊണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ച നേടിക്കൊണ്ടിരിക്കും. അടുത്തതായി വിശദീകരിക്കുന്നത് ക്യാപിറ്റലിസത്തെ കുറിച്ചാണ്. ക്യാപിറ്റലിസം നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ വിപണിയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവില്ല. സ്വതന്ത്രമായ വിപണിയിൽ വില നിശ്ചയിക്കുന്നത് വ്യക്തികളാണ്. കൂടുതൽ ലാഭം വേണോ, കൂടുതൽ വിൽപ്പന വേണോ എന്നെല്ലാം അവർ തീരുമാനിക്കും. ആധുനിക മെഷീനറികൾ ഉൾപ്പെടെ വിന്യസിച്ച് വലിയ തോതിലുള്ള ഉൽപാദനം ഇതുമൂലം നടക്കും. പ്രൊഫഷണലായ ആളുകൾക്ക് ജോലി കിട്ടും. വിവിധ നികുതികളിലൂടെ സർക്കാരിലേക്ക് വരുമാനം എത്തും. ഭരണനിർവഹണവും ക്രമസമാധാനവും എല്ലാം നടത്തുന്നത് പ്രൈവറ്റ് ഏജൻസികളിലൂടെ ആയിരിക്കും. എന്നാൽ ഇവിടെ സമ്പന്നർ വളരുകയും സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവരായി തുടരുകയും ചെയ്യും. എല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ മെഷീനുകൾ പോലെ തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വരും. തൊഴിലാളികളുടെ അവകാശങ്ങളോ പാവപ്പെട്ടവരുടെ നിത്യവൃത്തിയോ ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല. ഇനി ഈ മൂന്ന് തത്വങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ കമ്മ്യൂണിസം ജനങ്ങളെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുകയും ക്യാപിറ്റലിസം ജനങ്ങളെ ചൂഷണവും ചെയ്യുന്നു.
ഇതിനിടയിൽ സോഷ്യലിസം മികച്ചതെന്ന് പറയാമെങ്കിലും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം നിലനിർത്തുന്നുണ്ട്. ഇതിന് കാരണം ബ്യൂറോക്രസിയാണ്. ഒരു സാധാരണക്കാരൻ ഒരു സ്ഥാപനം തുടങ്ങുവാനായി ആഗ്രഹിച്ചാൽ അവന്റെ മുന്നിൽ നിരവധി വെല്ലുവിളികളാണ്. അതിനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞിടയ്ക്ക് ആദിവാസി ഗോത്രത്തിൽ ഉൾപ്പെട്ട ഒരു സാധാരണക്കാരൻ സ്വന്തമായി ബസ് വാങ്ങി സർവീസ് ആരംഭിക്കുകയും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതികൂലമായ സാഹചര്യം നേരിടേണ്ടി വന്നു. ആ ബസ് നിരത്തിലിറക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നത് മാധ്യമങ്ങളിൽ അന്ന് വന്നിരുന്നു. ഒരു സാധാരണക്കാരന് ഇത്തരം തടസ്സങ്ങളെ മറികടക്കുവാൻ വളരെ പ്രയാസമാണ്. എന്നാൽ വലിയ മുതലാളിമാർ സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ പണം വാരിയെറിഞ്ഞ് അവരുടെ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അവസ്ഥയിൽ സോഷ്യലിസത്തിൽ തന്നെ നിലനിൽക്കുന്ന സാധാരണക്കാരന് മുന്നിലുള്ള തടസ്സങ്ങളെ തുടച്ചു നീക്കേണ്ടതായുണ്ട്. അവിടെയാണ് നിയോ സോഷ്യലിസം എന്ന തത്വം ഉടലെടുക്കുന്നത്. ഈ തത്വത്തിന്റെ പ്രധാന ആശയം ഓരോ ജനങ്ങളെയും മുതലാളിമാർ ആക്കുക എന്നതായിരിക്കണം. മേക്ക് എവരി സിറ്റിസൺ എ ക്യാപിറ്റലിസ്റ്റ്. ഒരു തൊഴിലാളി എന്നതിൽ നിന്ന് കയറി ഒരു മുതലാളിയാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് സാധ്യമാക്കുന്ന വിധത്തിൽ പലിശരഹിത ലോണായിട്ടെങ്കിലും സാമ്പത്തിക പിന്തുണ നൽകുന്നതിനൊപ്പം ഭരണനിർവഹണ സംവിധാനത്തിലുള്ള കുടുക്കുകൾ അഴിച്ചു മാറ്റുകയും വേണം. നിയോ സോഷ്യലിസത്തിന്റെ പ്രധാന ആശയം ഓരോ വ്യക്തികളും ചെറിയ മുതലാളിമാരാകണം. ഓരോ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സഹമുതലാളിമാരാകണം. ആദ്യ ഇൻവെസ്റ്റ്മെന്റിന് സർക്കാർ സഹായം നൽകണം. അതുവഴി വേതനം മാത്രമല്ല ലാഭം കൂടി ഓരോരുത്തരിലേക്കും എത്തും. ജനങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയും ഓരോരുത്തർക്കും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും സാധാരണക്കാരുടെ ഉൾപ്പെടെ ജീവിത നിലവാരം വർദ്ധിക്കുകയും ചെയ്യും. അതുവഴി ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെ പോലെ രാജ്യ സാമ്പത്തിക ഉന്നതി നേടുകയും സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ട് മുതൽ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുവാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഇന്ന് നിരത്തുകളിൽ രണ്ടു തരം ബസ് സർവീസുകൾ കാണാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്സുകളും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ബസ്സുകളും. ഈ രണ്ട് മേഖലയിലും പണിയെടുക്കുന്നത് തൊഴിലാളികളാണ്. കൃത്യമായ വേതനത്തിനപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. സർക്കാർ ബസ്സുകൾ വാങ്ങുവാൻ എത്രയധികം പണമാണ് ചിലവാക്കുന്നത്. എന്നാൽ ഒരു ഡ്രൈവർക്കും കണ്ടക്ടർക്കും പങ്കാളിത്തമായി ഒരു ബസ് വാങ്ങാനായി ലോൺ കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ ആ ബസിന്റെ മുതലാളിമാർ ആവുകയും അതിന്റെ ലാഭം അവർക്ക് ലഭിക്കുകയും അവരുടെ പ്രവർത്തനം കൂടുതൽ എഫിഷ്യന്റ് ആവുകയും ചെയ്യും. ഇതിന് ഏറ്റവും ആദ്യം മാറേണ്ടത് ലോൺ നൽകുന്ന രീതിയാണ്. ഇൻകം ടാക്സ് റിട്ടേൺ 3 വർഷം ഫയൽ ചെയ്ത രേഖ സമർപ്പിക്കുന്നവർക്ക് അതിലെ വരുമാനം അനുസരിച്ചാണ് ലോൺ ഇപ്പോൾ നിലവിൽ നൽകുന്നത്. ഇതുവഴി സർക്കാർ ജീവനക്കാർക്കും വ്യവസായികൾക്കും മാത്രമേ വേഗത്തിൽ ലോൺ ലഭിക്കുകയുള്ളൂ. സാധാരണ തൊഴിലാളികൾക്ക് ഇൻകം ടാക്സിനെ കുറിച്ച് അറിയുക പോലുമില്ല. അവിടെയാണ് സാധാരണക്കാർ ഉന്നമനം നേടാൻ കഴിയാതെ തഴയപ്പെടുന്നത്. ഈ മാനദണ്ഡം മാറ്റിവെച്ച് സ്വയം തൊഴിൽ നേടാനുള്ള ലോൺ നൽകിയെങ്കിൽ മാത്രമേ തീർത്തും സാധാരണക്കാരെ ഓണേഴ്സ് ആക്കി മാറ്റുവാൻ കഴിയുകയുള്ളൂ. ഒരു റെസ്റ്റോറന്റ് അത് ഷെഫിനും വെയിറ്ററിനും ക്ലീനറിനും കൂടി നടത്തുവാൻ കഴിയും. സ്വന്തമായി കാർ വാങ്ങി ടാക്സി ഓടിക്കുവാൻ ആളുകൾക്ക് കഴിയും. ഫാക്ടറികളിൽ തൊഴിലാളികളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ച് ലാഭവിഹിതം നൽകുവാൻ കഴിയും. ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ സ്റ്റാഫുകൾക്ക് ചേർന്ന് ആരംഭിച്ച് നടത്തുവാൻ കഴിയും. നിർമ്മാണ മേഖലയിൽ ചില കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് തനിയെ വർക്ക് എടുത്ത് ചെയ്യുവാനും ലാഭം പങ്കിടുവാനും കഴിയും. ഡെലിവറി ചെയ്യുന്ന റൈഡേഴ്സിന് സ്വന്തമായി പ്ലാറ്റ്ഫോം ആരംഭിച്ച് ഡെലിവറി ചെയ്യാനും ലാഭം പങ്കിടുവാനും കഴിയും. അങ്ങനെ ഓരോ മേഖലയിലും പാർട്ട്ണർഷിപ്പിലൂടെയോ സിംഗിളായോ സാധാരണക്കാർക്ക് വ്യവസായങ്ങളിലേക്ക് കടക്കുവാൻ കഴിയും. അവരുടെ അധ്വാനത്തിന്റെ ലാഭം അവർക്ക് നേടുവാൻ കഴിയും. ഇതുവഴി രാജ്യം പുരോഗതി നേടുകയും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് തീർത്തും സാധാരണക്കാർക്ക് വ്യവസായങ്ങളും സ്വയം തൊഴിലും വ്യാപാരങ്ങളും ആരംഭിക്കുവാൻ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ പലിശരഹിത വായ്പ നൽകണം. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ട്രെയിനിങ്ങും അറിവും ധൈര്യവും സാധാരണക്കാരിൽ നൽകാനുള്ള പദ്ധതികൾ ഉണ്ടാവണം. ഇപ്പോൾ എവിടെയും സൗജന്യങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങളാണ് നാം കേൾക്കുന്നത്. ഇവിടെ വയോജനങ്ങൾക്ക് സൗജന്യം നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ യുവജനങ്ങൾക്ക് സൗജന്യങ്ങളല്ല നൽകേണ്ടത്, അവരെ മുതലാളിമാർ ആക്കി മാറ്റുകയാണ് വേണ്ടത്. കമ്മ്യൂണിസം കൊണ്ട് സമത്വം വരുത്തുമെന്ന് അവകാശപ്പെട്ടു, എന്നാൽ വന്നത് ദാരിദ്ര്യമാണ്. ക്യാപിറ്റലിസം കൊണ്ട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു, എന്നാൽ നടന്നത് ചൂഷണമാണ്. സോഷ്യലിസം കൊണ്ട് ഇവ ബാലൻസ് ചെയ്യാമെന്ന് ചിന്തിച്ചു, എന്നാൽ ജനങ്ങളുടെ അവസ്ഥ അതേപടി തുടർന്നു. എന്നാൽ നിയോ സോഷ്യലിസ്റ്റ് നടപ്പായാൽ തൊഴിലാളികൾക്ക് മുതലാളിമാരാകാനുള്ള അവസരമുണ്ടാകും, ആളുകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകും, രാജ്യം സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിനൊപ്പം സാധാരണക്കാർക്കുൾപ്പെടെ സാമ്പത്തിക ഉന്നമനം നേടുവാൻ കഴിയും. ഇന്ന് തൊഴിലില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ നിയോ സോഷ്യലിസത്തിന്റെ വരവോടെ തൊഴിലാളികളുടെ അഭാവം ഉണ്ടാകും. തൊഴിലാളികൾ തന്നെ ഉൽപാദനം നടത്തി ലാഭം നേടും. അപ്പോൾ വൻകിട മുതലാളിമാർ അവരുടെ സാമ്രാജ്യം ആഡംബരവും വിപുലീകരിക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരും. സാധാരണ ജനങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിക്കും. നിയോ സോഷ്യലിസം ഒരു നല്ല ഭരണനിർവഹണ ആശയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.